ശയന ഏകാദശിയാണ് വരുന്നത്. ശനിയാഴ്ചയാണ്. സന്തോഷവും ഐശ്വര്യവും തരും ശയന ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഭഗവാൻ ശ്രീ മഹാവിഷ്ണു യോഗനിദ്രയിൽ പ്രവേശിക്കുന്ന പുണ്യ ദിവസമാണ് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ശയന ഏകാദശി. ദേവശയനി ഏകാദശി, ഹരിശയനി ഏകാദശി എന്നെല്ലാം അറിയപ്പെടുന്ന ശയന ഏകാദശിക്ക് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഐശ്വര്യം, മനഃശാന്തി, ഈശ്വരാനുഗ്രഹം എന്നിവയെല്ലാം ലഭിക്കും. ജൂലൈ 25 ശനിയാഴ്ചയാണ് ഇത്തവണ ശയന ഏകാദശി. ഏകാദശി വ്രതാനുഷ്ഠാനം 3 ദിവസങ്ങളിലായിട്ടാണ് എടുക്കേണ്ടത്. ഏകാദശിയുടെ തലേ ദിവസം 24-ാം തീയതി ഒരിക്കലൂണോട് കൂടിയിട്ട് വ്രതം ആരംഭിക്കാം. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് വേണ്ടത്. അതിന് സാധിക്കാത്തവർക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലും പഴങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം. 26-ാം തീയതി രാവിലെ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ശനിയാഴ്ച വെളുപ്പിന് 5 മണി മുതൽ വൈകിട്ട് 6:13 വരെയാണ് ഹരിവാസര വേള എന്ന് പറയുന്നത്. ഏകാദശി വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര വേള. എങ്ങും വിഷ്ണു ചൈതന്യം നിറയുന്ന ഈ സമയത്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വിഷ്ണുനാമങ്ങളും വിഷ്ണു മന്ത്രങ്ങളും ജപിച്ചുകൊണ്ടിരിക്കണം. വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏകാദശി വ്രതമാണ്. ഭക്തിയും നിഷ്ഠയും പാലിച്ച് ഏകാദശി വ്രതം നോറ്റ് മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. പാപം ശമിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യവും കടന്നുവരും. ഏകാദശി വ്രതത്തിന് ധാരാളം ഫലങ്ങൾ പറയുന്നുണ്ട്. ഈ ദിവസം വ്രതമെടുത്ത് ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നത് 1 കോടി യാഗം ചെയ്ത ഫലം ലഭിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ തുളസിമാല സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. കൂടാതെ ഏകാദശി ദിവസം നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. വൈകുണ്ഠപ്രാപ്തി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മോക്ഷപ്രാപ്തി, പാപമുക്തി ലഭിക്കും. ഏകാദശി ദിവസം നിരന്തരം ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ മന്ത്രങ്ങൾ, വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ശതനാമ സ്തോത്രം, വിഷ്ണു അഷ്ടോത്തരം തുടങ്ങിയ സ്തോത്രങ്ങൾ ജപിക്കുന്നതും ഏകാദശി വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും അന്നേ ദിവസം അനുഷ്ഠിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ നിർബന്ധമായും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എന്തെങ്കിലും അന്ന് ദാനധർമാദികൾ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. ഏകാദശി ദിവസം വിഷ്ണു ഭഗവാന് താമരമാല, തുളസിമാല എന്നിവയെല്ലാം ചാർത്തുന്നതും ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതിന് വളരെ നല്ലതാണ്. മോക്ഷപ്രാപ്തി ലഭിക്കും, പാപമുക്തി ലഭിക്കുന്നതാണ്. ദമ്പതികൾ ഒന്നിച്ച് വ്രതമെടുത്താൽ സൽസ്വഭാവികളായ മക്കളുണ്ടാകും. ഏകാദശി നാൾ ഉറക്കമൊഴിഞ്ഞ് നാമജപം നടത്തിയാൽ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഏകാദശി ദിവസം ദാനം ചെയ്യുന്നത് പോലെ മറ്റൊരു പുണ്യകർമ്മമില്ല എന്ന് തന്നെ പറയാം. നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ദാനധർമാദികൾ ചെയ്യുക. ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കണക്കിലെടുത്ത് വ്രതകാഠിന്യം കൂട്ടാനും കുറയ്ക്കാനും കഴിയും. സാധാരണ ഏകാദശി വ്രതം എന്ന് പറയുന്നത് പൂർണ്ണ ഉപവാസമാണ്. അതിന് സാധിക്കാത്തവർക്ക് പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരിക്കലൂണ് കൊണ്ടോ ഒക്കെ വ്രതം എടുക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുക്കുക. സർവ്വ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മളിന്ന് ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ശനിയാഴ്ചയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.